നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മലബാർ മേഖലയെ പറ്റിയുള്ള ഒരു വിലയിരുത്തൽ നമ്മളുടെ ചാനലിൽ ചെയ്തിരുന്നു. അതിന് വലിയ പ്രതികരണങ്ങളാണ് നമ്മുടെ പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചത്, നമ്മെ കാണുന്ന ശ്രവിക്കുന്ന ആളുകളിൽ നിന്നും ലഭിച്ചത്. അപ്പോൾ അതിൽ അവർ കമൻ്റായി രേഖപ്പെടുത്തിയത് ഇനി വരാൻ പോകുന്ന തെക്കൻ മേഖലയുടെ കൂടെയുള്ള ഒരു വിലയിരുത്തൽ നടത്തണമെന്നാണ്. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് തെക്കൻ മേഖലയിൽ മലബാർ കഴിഞ്ഞാൽ തൃശ്ശൂർ മുതൽ അങ്ങോട്ട് എറണാകുളം മുതൽ തിരുവനന്തപുരം ജില്ല വരെയുള്ള മണ്ഡലങ്ങളുടെ ഏകദേശ വിലയിരുത്തലുകളാണ്. ഈ 67ഓളം മണ്ഡലങ്ങളാണ് തെക്കൻ മേഖലകളിൽ വരുന്നുള്ളത്. അതിൽ എന്ത് സംഭവിക്കുമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. പ്രധാനമായിട്ടും ഇതിൽ കോട്ടകൾ നിരവധിയുണ്ട്. LDFിനാണ് വലിയ മേൽക്കൊയ്മ ഈ മേഖലയിൽ ഉള്ളത് എന്ന് തന്നെ പറയേണ്ടി വരും. മലബാറിൽ 32 സീറ്റുകളിൽ വ്യക്തമായ മേധാവിത്വം LDFിനുണ്ടാവുമ്പോൾ പിന്നീട് മാറി മറിയുന്ന മണ്ഡലങ്ങളിൽ 5-10 മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാൻ കഴിഞ്ഞാൽ അവർക്ക് അത് വലിയ ബോണസ് ആയിരിക്കും. തെക്കൻ മേഖലയിലേക്ക് വന്നാൽ ഏകദേശം 29ഓളം മണ്ഡലങ്ങൾ അവർ വലിയ പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്ന അവരുടെ കോട്ടകളെന്ന് വിശേഷിപ്പിക്കാവുന്ന മണ്ഡലങ്ങളാണ്. ഇനി UDFന് അത്തരത്തിലുള്ളത് കേവലം 10 സീറ്റുകൾ മാത്രമാണ്. അത് അല്ലാതെ 28ഓളം സീറ്റുകളിൽ മാറി മറയുന്ന സീറ്റുകൾ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്നതാണ്. അങ്ങനെ വിശേഷിപ്പിക്കാമെങ്കിലും അതിലും വലിയ മേൽക്കൊയ്മ LDFനുണ്ട്. ഇനി ഭരണവിരുദ്ധമായ കാര്യങ്ങൾ സംഭവിച്ചാൽ പോലും ചില സീറ്റുകൾ നഷ്ടപ്പെട്ടേക്കാം. പക്ഷേ ഭരണം നഷ്ടപ്പെടാനുള്ള അത്രയും സീറ്റുകൾ നഷ്ടപ്പെടുമോ എന്ന് ചോദിച്ചാൽ അപ്പോഴും കൃത്യമായിട്ട് അത് പറയാനാവില്ല എന്ന് തന്നെയാണ്. അഥവാ തെക്കൻ മേഖലയിലും LDFന് വ്യക്തമായ മേൽക്കൊയ്മയുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. ആദ്യമായിട്ട് എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ വ്യക്തമായ മേൽക്കൊയ്മ UDFനുണ്ട് എന്ന് നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു. പക്ഷേ അവിടെയും വൈപ്പിൻ മണ്ഡലം എന്നുള്ളത് LDFന്റെ ഉറച്ച സിറ്റിംഗ് സീറ്റാണ്. ഇനി അത് ഇടുക്കിയിലേക്ക് വരുമ്പോൾ ദേവികുളവും ഉടുമ്പൻചോലയും അവരുടെ ഉറച്ച പ്രതീക്ഷകളാണ്. ഇടുക്കിയിലും വലിയ പ്രതീക്ഷകൾ തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. പീരുമേടിലും അത്തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ. ഇനി കോട്ടയത്തേക്ക് എത്തുമ്പോൾ വൈക്കത്തും ഏറ്റുമാനൂരിലും കാഞ്ഞിരപ്പള്ളിയിലും അവർ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന സീറ്റുകളാണ്. ചേർത്തലയും അത്തരത്തിലുള്ളതാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ആലപ്പുഴ ജില്ലയിലേക്ക് എത്തുമ്പോൾ ആലപ്പുഴ, അമ്പലപ്പുഴ, കുട്ടനാട്, കായംകുളം, മാവേലിക്കര, ഇങ്ങനെയുള്ള സീറ്റുകൾ അവർക്ക് ഉറച്ച കോട്ടകളെന്ന് വിശേഷിപ്പിക്കാവുന്നതാണ്. അത് പത്തനംതിട്ടയിലേക്ക് എത്തുമ്പോൾ തിരുവല്ലയും റാന്നിയും അടൂറുമൊക്കെ അവർ ഇത്തരത്തിൽ തന്നെ പ്രതീക്ഷിക്കുന്ന സീറ്റുകളാണ്. ഇനി കൊല്ലം ജില്ലയിലേക്ക് എത്തുമ്പോൾ കുന്നത്തൂർ, കൊട്ടാരക്കര, പത്തനാപുരം, പുനലൂർ, ചടയമംഗലം, കൊല്ലം, ഇരവിപുരം, ചാത്തന്നൂർ തുടങ്ങിയ മണ്ഡലങ്ങളും LDF ശുഭപ്രതീക്ഷ തന്നെ വെച്ച് പുലർത്തുന്നതാണ്. മറ്റുള്ള പ്രതിസന്ധികൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇനി തിരുവനന്തപുരം ജില്ലയിലാണെങ്കിൽ ആറ്റിങ്ങലും ചിറയൻകീഴും വാമനപുരവും അത്തരത്തിൽ തന്നെയാണ്. അതുകൂടാതെ നേരത്തെ ആലപ്പുഴയിലെ ചങ്ങനാശ്ശേരി അടക്കമുള്ള, അങ്ങനെ നോക്കുമ്പോൾ 29ഓളം മണ്ഡലങ്ങളാണ് LDFന് തെക്കൻ മേഖലയിൽ വലിയ മേധാവിത്വമുള്ളത്. ഈ കോട്ടകൾ മറിച്ചിടാൻ UDFന്റെ ശ്രമങ്ങൾ വിജയിക്കണമെങ്കിൽ മാത്രമേ UDFന് വലിയ തരംഗങ്ങൾ ഉണ്ടാക്കി അവരുടെ ഭരണത്തിൻ്റെ താക്കോൽ പിടിച്ചെടുക്കുക എന്നുള്ള സാഹചര്യത്തിലേക്ക് പോകുകയുള്ളൂ. ഇനി UDFന്റെ ഉറച്ച കോട്ടകൾ എന്ന് വിശേഷിപ്പിക്കാവുന്നത് അവരുടെ ആലുവ, എറണാകുളം ജില്ലയിലുള്ള ആലുവ, പറവൂർ, എറണാകുളം, തൃക്കാക്കര, പിറവം, തൊടുപുഴ, കടുതുരുത്തി തുടങ്ങിയ സീറ്റുകളാണ്. ഇവിടെ തൊടുപുഴയും അവരുടെ ഉറച്ച സീറ്റ് തന്നെയാണ്. ഇനി കോട്ടയത്തേക്ക് വരുമ്പോൾ കടുതുരുത്തിയും കോട്ടയവും അവരുടെ പുതുപ്പള്ളിയും അടക്കം അവരുടെ കോട്ടകളാണെന്ന് വരേണ്ടി വരും. ആലപ്പുഴ ജില്ലയിൽ കേവലം ഹരിപ്പാട് മാത്രമാണ് അവരുടെ ഉറച്ച പ്രതീക്ഷ എന്നുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ 10 സീറ്റുകൾ മാത്രമാണ് ഈ മേഖലയിൽ UDFന് ഉറച്ച കോട്ടകളെന്ന് വിശേഷിപ്പിക്കാവുന്നത്. ഇനി ബാക്കി വരുന്ന 28ഓളം മണ്ഡലങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾക്ക് നോക്കാം. ബാക്കി വരുന്ന 28ഓളം മണ്ഡലങ്ങളിൽ പെരുമ്പാവൂരിന് UDFനാണ് ആധിപത്യം, അങ്കമാലിയിൽ UDFനാണ് ആധിപത്യം, കളമശ്ശേരിയിൽ ഇഞ്ചോടിഞ്ചാണ് LDFന് മേൽക്കോയ്മയുണ്ട്. അത് കൊച്ചിയിലേക്ക് എത്തുമ്പോൾ അവിടെയും LDFന് ചെറിയൊരു മേൽക്കോയ്മയുണ്ട്. തൃപ്പൂണിത്തറ UDFനൊപ്പമാണ്. കുന്നത്തുനാട് LDFന് പ്രതീക്ഷകളുണ്ട്. മൂവാറ്റുപുഴയെ സംബന്ധിച്ചിടത്തോളം അത് UDFന്റെ വിജയിക്കാനാണ് സാധ്യത. കോതമംഗലം LDF വിജയിക്കാനാണ് സാധ്യത. പാല UDFും LDFും ഇഞ്ചോടിഞ്ചാണ്. ഫലങ്ങൾ എത്തരത്തിലാണെന്ന് പറയാൻ കഴിയില്ല.
അരൂർ LDF-ന് ആണ് വിജയപ്രതീക്ഷ, പൂഞ്ഞാർ LDF-നാണ് വിജയപ്രതീക്ഷ, ചെങ്ങന്നൂർ LDF-നാണ് വിജയപ്രതീക്ഷ. ആറന്മുളയിലും ആറന്മുളയിൽ വീണ ജോർജിന്റെ മണ്ഡലത്തിൽ ചിലപ്പോൾ അട്ടിമറി സാധ്യതകൾ വിലയിരുത്താനാവും. അവിടെ UDF-ന് പ്രതീക്ഷയുണ്ട്. കോന്നിയെ സംബന്ധിച്ചിടത്തോളം അവിടെയും LDF ആണ്. കരുനാഗപ്പള്ളി UDF-ന്റെ മഹേഷ് തന്നെ തുടരാനാണ് സാധ്യത. ചവറയിൽ LDF, കുണ്ടറയിൽ LDF, വർക്കലയിൽ LDF, നെടുമങ്ങാട് LDF, കഴക്കൂട്ടം LDF, വട്ടിയൂർക്കാവ് UDF-ന് പോകാനുള്ള സാധ്യതയുണ്ട്. കെ മുരളീധരന്റെ വരവോട് കൂടിയിട്ട് തിരുവനന്തപുരം UDF തിരിച്ചുപിടിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. നേമത്ത് LDF അല്ലെങ്കിൽ BJP, അവിടെ UDF ചിത്രത്തിലേ ഇല്ല എന്നുള്ളതാണ്. അരുവിക്കരയെ സംബന്ധിച്ചിടത്തോളം അവിടെ UDF-ന് വിജയപ്രതീക്ഷയുണ്ട്. പാറശാല LDF-ന്റെ കൂടെ, കാട്ടാക്കട LDF-ന് തന്നെയാണ് മുൻതൂക്കം. നെയ്യാറ്റിങ്കര LDF-ന് തന്നെയാണ് മുൻതൂക്കം. കോവളം UDF-ന്റെ കൂടെ നിന്നേക്കാം. ഇതാണ് ചിത്രം എന്നുള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞ 29ഓളം സീറ്റുകൾ LDF-ന് കിട്ടുകയും ഈ മാറി മറയുന്ന മണ്ഡലങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്ന, അതായത് 2011 തെരഞ്ഞെടുപ്പ് മുതൽ അല്പമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞിട്ടുള്ള മണ്ഡലങ്ങൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന മണ്ഡലങ്ങളിൽ കൃത്യമായിട്ട് നമ്മൾ വിലയിരുത്തുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നത് ഏകദേശം 15ഓളം മണ്ഡലങ്ങൾ, 15 അതിൽ കൂടുതൽ മണ്ഡലങ്ങൾ, അഥവാ മലബാർ മേഖലയിൽ നിന്നും 32 സീറ്റുകൾ LDF നേടുകയാണെങ്കിൽ അത് തെക്കൻ കേരളത്തിലെത്തുമ്പോൾ 29 എന്നുള്ള നമ്പറിലേക്ക് അവർ വ്യക്തമായ മേൽക്കോയ്മ പ്രകടിപ്പിക്കുമ്പോൾ 61 മാറും. 61ന്റെ കൂടെ ഈ മാറി മറയുന്ന മണ്ഡലങ്ങളിൽ 17-18 സീറ്റുകൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൈപ്പിടിയിൽ ഒതുക്കാവുന്ന, അവരുടെ ഉള്ളം കയ്യിലുള്ള സീറ്റുകളാണ്. അങ്ങനെ സംഭവിച്ചാൽ ഭരണ തുടർച്ച തന്നെയാണ് ഉണ്ടാവുക. ആ നമ്പർ എന്നുള്ളത് 78ലേക്കും 79ലേക്കും പോകും. തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ 29 സീറ്റുകളിൽ LDF-ന് മേധാവിത്വമുള്ളപ്പോൾ ഈ മാറി മറയുന്ന മണ്ഡലങ്ങളിൽ ഏകദേശം 19ഓളം സീറ്റുകൾ, ഏകദേശ കണക്കനുസരിച്ച് 32, 29, 17ഓളം സീറ്റുകൾ, മാറി മറിയുന്ന 28 മണ്ഡലങ്ങളിൽ 17ഓളം സീറ്റുകൾ പിടിച്ചെടുക്കാനായാൽ 78 എന്നുള്ള നമ്പറിലേക്ക് അവർക്കെത്താം. മലബാർ മേഖലകളിൽ നിന്നു കൂടി 8-9 സീറ്റുകൾ അധികം നേടാനായാൽ അത് 80ന് മുകളിലുള്ള നമ്പറിലേക്ക് മാറും. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലറ ചില്ലറ വ്യത്യാസങ്ങൾ സംഭവിച്ചാൽ പോലും 71 എന്നുള്ള നമ്പർ അവർക്ക് നിലനിർത്താനാവും. അത് 78 മുതൽ 87 വരെ പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാൻ കഴിയുന്നത്. തെക്കൻ കേരളത്തിലും LDF-ന് തന്നെയാണ് മേൽക്കോയ്മ. അതൊരു യാഥാർത്ഥ്യമാണ്. ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കണം ഇത് ഇല്ലാതാവണമെങ്കിൽ. മലബാറിലും തെക്കൻ കേരളത്തിലും ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ച് ഇടതുകോട്ടകൾ തകർന്നാലേ UDF-ന് VD സതീശൻ പറയുന്ന 100 എന്ന നമ്പറിലേക്ക് എത്താൻ പറ്റൂ. അല്ലാത്ത പക്ഷം 100 എന്നുള്ളത് സ്വപ്നം മാത്രമാണ്. ഇപ്പോൾ അത് 86ഉം 80ലേക്കൊക്കെ ആയിട്ട് ചുരുക്കുന്നുണ്ട്. എങ്കിൽ പോലും ഇവിടെയും വ്യക്തമായിട്ട് നമ്മൾക്ക് പറയാനാവുക തെക്കൻ കേരളത്തിലും LDF-ന് തന്നെയാണ് വ്യക്തമായ മേൽക്കോയ്മ. ഓരോ ജില്ലകളും നമ്മൾ പരിശോധിക്കുമ്പോഴും അത് തന്നെയാണ്. എറണാകുളം ജില്ലയിൽ ഒഴിച്ച് ബാക്കിയുള്ള ജില്ലകളിൽ മുഴുവൻ എറണാകുളത്ത് UDF-ന് വ്യക്തമായ മേൽക്കോയ്മയുണ്ട്. ബാക്കിയുള്ള കൊല്ലമായാലും തിരുവനന്തപുരമായാലും അല്ലെങ്കിൽ മറ്റുള്ള കോട്ടയത്തും UDF-ന് നേരിയ മേൽക്കോയ്മയുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ കൊല്ലം, തിരുവനന്തപുരം, ഇടുക്കി അങ്ങനെ പല ജില്ലകൾ, മറ്റുള്ള ജില്ലകൾ നോക്കുമ്പോൾ അവിടെ വ്യക്തമായ മേൽക്കോയ്മ, ആലപ്പുഴയടക്കം ഇവിടെ LDF-നുണ്ട്. ഇനി LDF-ന്റെ കോട്ടകളിൽ, ഉറച്ച കോട്ടകളിൽ G സുധാകരനെ പോലെയുള്ള സ്ഥാനാർത്ഥിത്വം കൊണ്ട് 1-2 പോയാലും അത് വിഷയമുള്ള കാര്യമല്ല. കേവല ഭൂരിപക്ഷം എന്നുള്ള നമ്പറിലേക്ക് നിലവിലുള്ള സാഹചര്യത്തിൽ LDF-ന് എത്താൻ പറ്റുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. തെക്കൻ കേരളത്തിലും LDF-ന് തന്നെയാണ് വ്യക്തമായ മേൽക്കോയ്മയുള്ളത്.